സയ്യിദുൽ ബഷർ 58-ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അൽ അഖബത്തുൽ ഊല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിൽക്കുന്ന സമയത്ത് മദീനയിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ നടന്ന സംഭവങ്ങളാണ് ഇപ്പൊ പരാമർശത്തിലേക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ തന്നെ കാണാം. ചരിത്രം നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം. ബൈഅത്തുൽ അഖബത്തുൽ ഊല, ഒന്നാം അഖബ. സനത്ത ഇസ്നത്തൈ ആശറ മിനൻ നുബുവ, നുബുവത്തിന്റെ 12-ാം വർഷം. ഫഷൽ ഇസ്ലാമു ബിൽ മദീന, മദീനയിൽ ഇസ്ലാം പ്രചരിച്ചിരിക്കുകയാണ്. കാരണം പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന വിവരങ്ങളൊക്കെ മദീനയിൽ ലഭിച്ചു നിൽക്കുന്ന സമയം. ഫഷൽ ഇസ്ലാമു, ഫഷ വ്യാപിച്ചു, ഇസ്ലാം മദീനയിൽ വ്യാപിച്ചു. ഫലം യബ്ഖ ദാറും മിൻ ദുവരിൽ അൻസാർ, അൻസാരികളുടെ വീടുകളിൽ ഒറ്റ വീടും അവശേഷിക്കുന്നില്ല. ഇല്ലാ വഫീഹ ദിക്റു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ആ ഓർമ്മ, അറിവ് എല്ലായിടത്തും എത്തിയിട്ടല്ലാതെ. എല്ലാ വീട്ടിലും നബി തങ്ങളെ കുറിച്ചുള്ള വിവരം അറിയാം. ഫലമ്മ കാനൽ ആമുൽ മുഖ്ബിൽ ആമ ഇസ്നി ആശറ മിനൻ നുബുവ, നുബുവത്തിന്റെ 12-ാം വർഷമായപ്പോ, 11-ാമത്തെ വർഷം നമ്മള് കഴിഞ്ഞ സംഭവം പറഞ്ഞല്ലോ, മദീനയിലെ തുടക്കം പറഞ്ഞല്ലോ. ലഖിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ വന്ന് കണ്ടു. ഫിൽ മൗസിമി, ആ ഹജ്ജിന്റെ സീസൺ സമയത്ത്. ഇസ്നാ അശറ റജുലൻ, 12 പേര്. അശ്റത്തു മിനൽ ഖസ്റജ്, ഖസ്റജ് ഗോത്രത്തിൽ നിന്ന് 10 പേര്. വസ്നാനി മിനൽ ഔസ്, ഔസ് ഗോത്രത്തിൽ നിന്ന് 2 പേര്. ഔസ് ഖസ്റജ് ഗോത്രമാണ് മദീനയിലുള്ള അറബി ഗോത്രം പ്രധാനമായും. ഫബായഊഹു, അവരോട് നബിതങ്ങൾ ബൈഅത്ത് ചെയ്തു. ബിൽ അഖബ, അഖബയിൽ വെച്ച് ബൈഅത്ത് ചെയ്തു. അലാ അല്ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ, ഒന്നാമത്തെ വിഷയം അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. വലാ യസ്രിഖു വലാ യസിനു വലാ യസ്നു വലാ യഖ്തുലു ഔലാദഹും വലാ യഅ്തു ബിബുഹ്താനിൻ വലാ യഅസൂഹു ഫി മഅറൂഫിൻ, മോഷണം നടത്തരുത്, വ്യഭിചരിക്കരുത്, മക്കളെ കൊലപ്പെടുത്തരുത്. മക്കളെ കൊലപ്പെടുത്തുന്ന ഒരു കാലാണല്ലോ. വലാ യഅ്തു ബിബുഹ്താനിൻ, ആരോപണങ്ങൾ ഉന്നയിക്കരുത്. പ്രത്യേകിച്ച് ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാളെ പ്രാപിക്കുകയും എന്നിട്ട് മക്കൾ ഉണ്ടാവുകയും ഈ മക്കൾ ഭർത്താവിൻ്റെതാണ് എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ. വല യഅസൂഹു ഫി മഅറൂഫിൻ, നല്ല കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധിക്കരിക്കരുത്. ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു. വഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി തങ്ങൾ അവരോട് പറഞ്ഞു. ഫൈൻ വഫൈതും ഫലക്കുമുൽ ജന്ന, നിങ്ങൾ ഇത് പാലിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമാണ്. വൈൻ ഖശീതും മിൻ ദാലിക ഷൈഅൻ, ഇതിൽ നിന്ന് വല്ലതും നിങ്ങൾ ഒഴിവാക്കിയാൽ ഫഅംറുക്കും ഇലല്ലാഹി അസ്സ വജൽ, തീരുമാനം അള്ളാഹുവിൻ്റെതാണ്. ഇൻഷാ ഗഫറ, അള്ളാഹു പുറത്തു തന്നേക്കാം. വഇൻഷാ അദബ, അള്ളാഹു ശിക്ഷിച്ചേക്കാം. വബഅസ മഅഹും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അവരുടെ കൂടെ നബി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അയച്ചു കൊടുത്തു. ഇലൽ മദീന, മദീനയിലേക്ക്. യുഖ്രിഉഹുമുൽ ഖുർആൻ, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനും. വയുഅല്ലിമുഹുമുൽ ഇസ്ലാം, ഇസ്ലാമികമായ മറ്റു വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ആളെ അയച്ചു കൊടുത്തു. നസല മുസ്അബും ബിൽ മദീന, മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. അല അസ്അദ് ഇബ്നു സുറാറ, അസ്അദ് ഇബ്നു സുറാറയുടെ വീട്ടിലാണ് താമസം. ഫതഫിഖ യദ്ഉ നാസ ഇലൽ ഇസ്ലാം, ജനങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ഫഅസ്ലമ അലാ യദൈഹി ഖൽഖുൻ കസീറുൻ മിനൽ അൻസാർ, അൻസാരികളിൽ ധാരാളം പേർ ഇസ്ലാം സ്വീകരിച്ചു. വമിൻഹും സഅദ് ഇബ്നു മുആദ്, അതിൽ പെട്ടതാണ് സഅദ് ഇബ്നു മുആദ്. വഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുമ. വഹുമാ സയ്യിദാ ബനി അബ്ദുൽ അഷ്ഹൽ, ബനു അബ്ദുൽ അഷ്ഹലിലെ പ്രധാനപ്പെട്ട 2 ലീഡറാണ്. വബി ഇസ്ലാമിഹിമ, ഇവർ ഇസ്ലാം ആയത് കാരണം അസ്ലമ ജമീഉ ബനി അബ്ദുൽ അഷ്ഹൽ, ബനു അബ്ദുൽ അഷ്ഹലിൽ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ഫി യൗമിൻ വാഹിദിൻ, ഒറ്റ ദിവസം തന്നെ. സുമ്മ ലം യസൽ മുസ്അബുൻ യദ്ഉ ഇലൽ ഇസ്ലാം, വീണ്ടും മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ചുള്ള ക്ഷണം തുടർന്നു.
ഹത്താ ലം യബ്ഖ ദാറും മിൻ ദുവരിൽ അൻസ്വാരി ഇല്ലാ വഫീഹാ റിജാലും മുസ്ലിമൂൻ വനിസാഉം മുസ്ലിമാത്തുൻ. അങ്ങനെ മദീനയിലുള്ള എല്ലാ വീടുകളിലും ധാരാളം സ്ത്രീകളും മുസ്ലിമീങ്ങളും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചവരുണ്ടായി തീർന്നു. ഫലം യക്കുൻ ബൈനഹും ഹദീസുൻ ഇല്ല അമ്രുൽ ഇസ്ലാം. അവരുടെ ഇടയിലുള്ള ഏക ചർച്ചാ വിഷയം, എവിടെയും പ്രധാന ചർച്ചാ വിഷയം ഇസ്ലാം മാത്രമായി മാറി. അങ്ങനെ ഇസ്ലാമിൽ അൽ ബൈഅത്തുൽ അഖബയിൽ വെച്ച് നടന്ന ബൈഅത്തുൽ ഊല, ഒന്നാമത്തെ ബൈഅത്തിന്റെ ചരിത്രമാണ് നമ്മൾ ഇവിടെ പരാമർശിച്ചത്. ഈ ഒന്നാം ബൈഅത്ത് നമുക്ക് നൽകുന്ന ഇതിലെ പ്രധാനപ്പെട്ട പാഠം, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഠനം ഏതൊരു ദായിക്കും ഏതൊരു നല്ല സംരംഭകനും ഏത് വിഷയങ്ങൾക്കും നല്ല മാതൃകയായി ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. കാരണം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും നല്ല പ്രതീക്ഷയോടുകൂടെ പ്രവർത്തിക്കുക, അപ്പോഴെല്ലാം ഉൾക്കൊള്ളുന്ന സത്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക, അത് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വളരെ എളുപ്പമാണ് എന്ന് പഠിപ്പിക്കുന്നു. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് നിൽക്കുന്ന സമയത്ത് മദീനയിൽ നിന്ന് ആള് വരുന്നു, അവർ നബിതങ്ങളെ സ്വീകരിക്കുന്നു, അവർ ക്ഷണിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തേക്ക് ക്ഷണിക്കുമ്പോഴും നബിതങ്ങൾ നേരെ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്. സന്ദർഭവും സാഹചര്യവും പഠിക്കുന്നു, അള്ളാഹുവിന്റെ നിർദ്ദേശം ലഭിക്കാൻ കാത്തു നിൽക്കുന്നു. എന്നിട്ട് വീണ്ടും അടുത്ത വർഷം വീണ്ടും രണ്ടാം ബൈഅത്ത് നമുക്ക് അടുത്ത ഇതിൽ ചർച്ച ചെയ്യാനുണ്ട്. രണ്ടാം ബൈഅത്ത് വീണ്ടും നടക്കുന്നു. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നപ്പോൾ മാത്രമാണ് മദീനത്തേക്ക് പോകാൻ സന്നദ്ധമാകുന്നത്. നബിതങ്ങൾ മദീനത്തെത്തുന്നതിന്റെ മുമ്പ് തന്നെ മദീനയിൽ വ്യാപകമായി ഇസ്ലാം പ്രചരിക്കുന്നു. മറ്റൊരു വലിയൊരു പാഠം നമുക്കതിൽ കാണാകുന്നത്, സ്വയം ജന്മ നാട്ടിൽ എല്ലാ അംഗീകാരവും എല്ലാ ബഹുമാനവും ഉണ്ടായിട്ട് പോലും ദഅവത്ത് നടത്തുന്ന സമയത്ത് വിമർശനവും പ്രത്യാക്രമണവും തടസ്സപ്പെടുത്തലുകളും ആരോപണങ്ങളും ധാരാളം വന്നു. പക്ഷേ അവിടെയെല്ലാം സത്യത്തിന്റെ പേരിൽ ഉറച്ചു നിന്നപ്പോ ഇന്ന് ലോകത്ത് ഒരിടത്തും പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു ആദർശം വിമർശിക്കപ്പെടാത്ത വിധം, അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം, വിമർശനം ഉണ്ടായേക്കാം പക്ഷെ പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം അതിന്റെ സത്യസന്ധതയും അതിന്റെ വൈജ്ഞാനിക സമ്പുഷ്ടിയും ഇതെല്ലാം ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇത് നാം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്, ദഅവത്ത് നടത്തുമ്പോൾ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാനും അതുകൊണ്ട് തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനും കഴിയും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പാഠം.